ഇനിയൊരു പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ന്യൂസ് നോക്കാം. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ആക്രമണം നടത്തിയ IS ഭീകരൻ സജദ് അക്രം ഹൈദരാബാദ് സ്വദേശിയെന്ന് ഓസ്ട്രേലിയൻ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇയാൾ 27 വർഷം മുമ്പ് ഓസ്ട്രേലിയയിലെത്തിയത്. സജദ് അക്രം ആയുധ പരിശീലനത്തിന് ഫിലിപ്പൈൻസിൽ എത്തിയിരുന്നതായും വിവരം. ഇയാളുടെ IS ബന്ധങ്ങളിൽ ഭാരതത്തിന് പങ്കില്ലെന്നും ഹൈദരാബാദ് പോലീസും ഓസ്ട്രേലിയൻ പോലീസും സ്ഥിരീകരിക്കുന്നു. വിവരങ്ങളുമായി വീണ്ടും ഇൻ്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നോക്കൂ, ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള സജ്ജദാണ് ബോണ്ടി ബീച്ചിൽ നിരപരാധികളായ നിരായുധരായ 15 പേരെ വെടിവെച്ച് കൊന്നത്. ഈ സജ്ജദ് കൊല്ലപ്പെടുകയും ചെയ്തു. അത് ഒരു വസ്തുത തന്നെയാണ്. അദ്ദേഹം കൊല്ലപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. പക്ഷേ ഭാരതത്തിൽ നിന്ന് പോയ ഒരാൾ ആണ് ഓസ്ട്രേലിയയിൽ ഇത്രയും നാശം വിതച്ചത്, ഇത്ര ആളുകളെ കൂട്ടക്കൊല നടത്തിയത് എന്ന് കേൾക്കുമ്പോൾ വീണ്ടും നമുക്ക് തലകുനിക്കാൻ അല്ലേ നിർവാഹമുള്ളൂ ഐസൻ? അനിൽ, ഇയാൾ ഹൈദരാബാദിൽ നിന്നാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 27 വർഷം മുമ്പാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും ഓസ്ട്രേലിയൻ പോലീസിൻ്റെ ഒരു വിശദീകരണം തന്നെ അക്കാര്യത്തിൽ വളരെ കൃത്യമാണ്. ഭാരതത്തിന് തല ഉയർത്തി നിൽക്കാവുന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം. ഇയാൾ ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം, ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം 6 മാസത്തിന് ശേഷം ഭാരതത്തിലെത്തിയിരുന്നു. എന്നിട്ട് തിരിച്ചു പോയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചപ്പോൾ പോലും ഭാരതത്തിലെത്താൻ തയ്യാറാകാത്ത ഒരു വ്യക്തിയാണ് എന്നാണ് കൃത്യമായും അദ്ദേഹം ഈ ഓസ്ട്രേലിയൻ പോലീസിൻ്റെ വിശദീകരണത്തിൽ വരുന്നത്. അതായത് 2009 അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ എത്താതിരിക്കുകയും 27 വർഷം മുമ്പ് ഇയാളുടെ കുടിയേറ്റം നടന്നതിന് ശേഷം ചില സാങ്കേതിക ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ സ്വത്ത് തർക്കം സംബന്ധിച്ചൊരു വിഷയത്തിനും മാത്രമാണ് അയാൾ നാട്ടിലെത്തിയതെന്നും പിന്നീട് നാട്ടിലെ വേരുകളുമായി യാതൊരു ബന്ധവും ഇയാൾ പുലർത്തുന്നില്ല എന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കുറേ കൂടി അടിസ്ഥാനപരമായ വിശദീകരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു ഡോക്ടറായി ഇപ്പോഴും അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് എന്ന വിവരങ്ങളും ഇപ്പോൾ അല്പസമയം മുമ്പ് വിശദാംശങ്ങളുടെ കാര്യമായി പുറത്തു വരികയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അയാളുടെ ഭീകരബന്ധം ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് പോയതിന് ശേഷമാണെന്നും ഇവിടെ നിന്ന് പോയതിന് ശേഷം അയാളുടെ ഭീകരബന്ധം ആരംഭിച്ചൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കാത്തൊരു സാഹചര്യവും കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്തൊരു സാഹചര്യവും ഉണ്ടായി. അത് തീർച്ചയായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ദേശീയ ബോധത്തിൻ്റെ തെളിവ് തന്നെയാണ്. അത്തരത്തിൽ ദേശീയത ബോധത്തിൽ ഊന്നിയ ഒരു ബോധ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുള്ളതാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ഭാരതത്തിനും തെലങ്കാനയ്ക്കും ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്നും ഓസ്ട്രേലിയൻ പോലീസ് സ്ഥിരീകരിക്കുമ്പോഴാണ് ഭാരതം ഇക്കാര്യത്തിൽ തലയുയർത്തി നിന്ന് മറുപടി പറയാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പായി പറയാനും സാധിക്കുന്നത്. ഇയാളുടെ വിശദാംശങ്ങൾ കൂടുതലായി പുറത്തു വരുന്നുണ്ട്. ഇയാൾക്ക് ആയുധ ലൈസൻസ് ലഭിച്ചതെല്ലാം തന്നെ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ ആയിട്ടുമുണ്ട്. അനിൽ. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ 15 പേരെ കൂട്ടക്കൊല നടത്തിയ സജദ് അക്രം ഹൈദരാബാദ് സ്വദേശിയാണ് എന്ന് ഓസ്ട്രേലിയൻ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഐസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹൈദരാബാദ് സ്വദേശിയാണെങ്കിലും ഭാരതീയൻ ആണെങ്കിലും ഈ IS പ്രവർത്തനങ്ങളിൽ ഭാരതത്തിന് യാതൊരു പങ്കും ഇല്ല എന്ന കാര്യവും ഓസ്ട്രേലിയ തുറന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തല ഉയർത്തി നടക്കാം. കാരണം ദേശീയതയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഭാരതീയരിൽ ബഹുഭൂരിപക്ഷവും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.